മുൻ PV അൻവറിന്റെ വീട്ടിലെ ED റെയ്ഡ് പൂർത്തിയായി. രാവിലെ 7 മണിക്ക് തുടങ്ങിയ പരിശോധന 14.5 മണിക്കൂർ നീണ്ടു. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, വിശദാംശങ്ങൾ എന്തൊക്കെ? രാവിലെ 7 മണിക്കാണ് PV അൻവറിന്റെ ഒതായിലുള്ള വീട്ടിൽ റെയ്ഡ് ആരംഭിച്ചത്. ഒപ്പം തന്നെ അൻവറിന്റെ സ്ഥാപനങ്ങളായ മഞ്ചേരിയിലെ പാർക്കും അതുപോലെ തന്നെ കക്കാടംപൊയിലെ പാർക്കിലും റെയ്ഡ് നടന്നിരുന്നു. പ്രധാനപ്പെട്ട സഹായിയായിട്ടുള്ള ഡ്രൈവർ സിയാദിന്റെ വീട്ടിലും ഒരേ സമയത്താണ് റെയ്ഡ് നടന്നത്. അതാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അൻവറിന്റെ വീട്ടിലാണ് ഏറ്റവും അവസാനം ഈ റെയ്ഡ് പൂർത്തിയായത്. ഏകദേശം ഇപ്പോൾ 9:30 മണിക്കാണ് ഈ റെയ്ഡ് പൂർത്തിയാവുന്നത്. 6 വാഹനങ്ങളിലായിട്ടാണ് എത്തിയിരുന്നത്. 3 യൂണിറ്റ്, അതായത് ചെന്നൈ, കൊച്ചി, അതുപോലെ തന്നെ കോഴിക്കോട് EDയുടെ യൂണിറ്റുകളായിരുന്നു പരിശോധന നടത്തിയിരുന്നത്. ഈ പരിശോധനയിൽ എന്തെല്ലാം കണ്ടെത്തി എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും വായ്പ എടുത്തുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് സംസ്ഥാന വിജിലൻസ് അന്വേഷിച്ചു വരുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് വലിയ തുക, ഏകദേശം 12 കോടി രൂപയോളം 2015 എടുത്ത വായ്പയുമായി ബന്ധപ്പെട്ട് അത് തിരിച്ചടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാം സംസ്ഥാനത്തെ വിജിലൻസ് അന്വേഷിച്ചിരുന്നു. അതിനൊപ്പം തന്നെ ഈ പണം ഏതൊക്കെ വഴിക്ക് ചെലവഴിച്ചു, ഇല്ലെങ്കിൽ ഇത്തരം പണം ഉപയോഗപ്പെടുത്തിയത് എന്തിനൊക്കെ എന്നുള്ളതെല്ലാം വിശദമായി അന്വേഷിക്കുക കൂടിയാണ് ED ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ EDയുടെ പരിശോധനയുടെ ഭാഗമായി നടക്കുകയും ചെയ്തിട്ടുള്ളത്. ശാന്തകുമാർ വെള്ളാലത്താണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.